വിഘ്നേശ്വര വിനായക ഗജമുഖരൂപ വിശ്വേശ്വര വിഘ്നേശ്വര വിനായക ഗജമുഖരൂപ വിശ്വേശ്വര മഹാഗണപതി മോദക പ്രിയ മഹാഗണപതി മോദകപ്രിയ മമ ഗണനായക നമോ നമസ്തേ മഹാഗണപതി മോദകപ്രിയ മമ ഗണനായക നമോ നമസ്തേ വിഘ്നേശ്വര വിനായക ഗജമുഖരൂപ വിശ്വേശ്വര. ശ്രീ സ്വാതി തിരുനാൾ സംഗീത കോളേജിൻ്റെ മുന്നിലെ ഇലഞ്ഞിമരം കാണുമ്പോൾ എനിക്ക് 1976 ഇറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച് ജി ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീ യേശുദാസ് പാടിയ ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൽ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം എന്ന ഗാനം ഓർമ്മയിലെത്തും. ഇലഞ്ഞിപ്പൂ മണമൊഴുകി വരുന്നു. അതെല്ലാം ഉണ്ട് സാർ. ശാസ്ത്രനാമമാണ് മൈമോസ ഇലഞ്ചി.
ഗാനരചയിതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ. ഈ കലാപ്രതിഭയ്ക്ക് നിംസിന്റെയും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പാടി മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുന്നിൽ പാടുവതും രാഗം തേടുവതും രാഗം ഞാൻ പറയാം അടുത്ത പാട്ട് ഞാൻ പറയാം. ഇത് ONV സാറിൻ്റെ പാട്ടാണ്. എൻ്റെ വീട്ടിലെത്തെയാണ്. ഞാൻ കഴിക്കുന്നു. ഒറ്റ മഴയൊന്നും താഴെ അങ്ങോട്ട് ഞാൻ പറഞ്ഞു സാർക്ക് ഞാൻ കഴിക്കുന്നു. ഇല്ല ഓക്കെ. ശ്രീചിത്രഭവൻ്റെ സൂപ്രണ്ട്, അതുപോലെ ജില്ലാ കളക്ടർ, അങ്ങനെ എല്ലാ പേരുമായിട്ട് ഞങ്ങൾ പൂർണ്ണമായി സംസാരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാ പേരുടെയും പൂർണ്ണ സഹകരണത്തോടു കൂടി ഞങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള മലയാളികളുടെ കവികളുടെ കവി എല്ലാ മാധ്യമങ്ങളും എഴുതി. ഇന്ന് മാതൃഭൂമി വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, കേരളകൗമുദി എഴുതിയിട്ടുണ്ട്, ഡോക്ടർ കെ ജയസുദാസ് എന്ന് എഴുതിയിട്ടുണ്ട്. ുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ 16-ാം തീയതി ശ്രീമാൻ നമ്പി സാറിൻ്റെ പരിപാടിക്ക് എത്തിയിരിക്കും. പ്രധാന സംഘാടകനാണ് ബഹുമാനനായിട്ടുള്ള ജ്യോതിഷ് ചന്ദ്ര സാർ. ഇന്ന് അദ്ദേഹം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ സാർ IT മന്ത്രി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ശ്രീകുമാരത്തമ്പി എന്ന ഗാനരചയിതാവിന്റെ മലയാളികളോട് ലഭിച്ച അംഗീകാരങ്ങളും അദ്ദേഹത്തിന്റെ സാഹിത്യ വൈഭവത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. ശ്രീകുമാരത്തമ്പി സാർ സാഹിത്യത്തിൽ മാത്രമല്ല അക്ഷരമാല പാഠപുസ്തകങ്ങളിലെ സാറടക്കമുള്ള ആൾക്കാരുടെ നിർദ്ദേശവും ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അക്ഷരമാല പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങയുടെ ഈ ദിനത്തിന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടൻ ഇച്ചിരൂടെ ഇറങ്ങി. അടുത്തതായി ശ്രീ ശശികലൻ. ശ്രീ സോമനാഥ് സാർ കമ്മിസാറിന്റെ പൊന്നാഴി അണിയിച്ച് ആദരിക്കുകയാണ്. മുൻമന്ത്രി നിംസിനെ പ്രതിനിധീകരിച്ച് ഒരു കയ്യടി കൊടുക്കണേ. എന്നെ ഇൻവൈറ്റ് ചെയ്തത് എനിക്ക്
പങ്കെടുക്കാൻ ഒരു ഒക്കേഷൻ കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആശംസകൾ വിഷ് ചെയ്യുന്നു. ഇപ്പോഴും അതേ നമ്പർ അദ്ദേഹം വെക്കുന്നു. സോ താങ്ക് യു. ഞാൻ വളരെ ഒന്നും പറയാൻ പോകുന്നില്ല. ലിവിങ് ഇൻ വെരി എക്സൈറ്റിംഗ് ടൈംസ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും എക്സൈറ്റിംഗ് പീരീഡാണ് നമ്മളെല്ലാം കാണുന്നത്. ഇവിടെ ആദരിക്കാൻ എത്തിയ നമ്മുടെ ശതാഭിഷേകം പ്രവർത്തിക്കുന്ന നമ്മുടെ പിസാറ്, നിങ്ങളെല്ലാവർക്കും വിനീതമായ നമസ്കാരം പറയുന്നു. കുട്ടികൾക്ക് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം ആ ഓണം സമയം ഭയങ്കര പോപ്പുലറായി. എല്ലാവരും ആ സമയം ബുക്ക് ചെയ്ത ശേഷം നമുക്ക് എല്ലാ വർഷവും രാജു സാർ ഇച്ചിരി മുന്നോട്ട്. രാജു സാർ ഒരു ചിരിക്കാവട്ടെ. നാളെ പറ്റുമെങ്കിൽ ഇറങ്ങും. 10 മണി നാളെ നോക്കട്ടെ, നമ്മൾ സമയം അനുസരിച്ച്. അതുപോലെ തന്നെ ഇത്ര പ്രൗഢഗംഭീരമായ സദസ്സിൽ ഞാനെന്ത് പറയാനാണ്? ഇന്ന് ഈ വേദിയിൽ തമ്പി സാറിൻ്റെ ഒപ്പം ഇരിക്കാനും അദ്ദേഹത്തിൻ്റെ കരം ഗ്രഹിക്കാനും കഴിഞ്ഞത് തന്നെ വലിയ ഭാഗ്യം. ആദ്യം പറയേണ്ടത്, ഈ 84-ാം വയസ്സിലേക്ക് കടന്നു പോകുന്ന അദ്ദേഹം ഇത്രയും ചുറുചുറുക്കോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നത് കാണുന്ന സന്തോഷം ഞാൻ അദ്ദേഹമായിട്ട് ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. എനിക്കിവിടെ വരാനും പല പ്രാവശ്യം ഇവരെ കുട്ടികളുമായിട്ട് കാണാനും ഒക്കെ അവസരമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാര്യം തന്നെ ഈ രണ്ടും ഒരുമിച്ച് ചേരുന്നതുകൊണ്ടാണ്. തമ്പി സാറിൻ്റെ ഈ ആഘോഷവും അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷവും അത് ചിത്രാഭൂമിയിൽ വെച്ച് നടക്കുന്നത് കൊണ്ട് രണ്ടും കൂടെ കൊണ്ട് ഇവിടെ വരാതിരിക്കാനാവില്ല എന്നൊരു അവസ്ഥയാണ് ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത്. അതിനെക്കൂടി അകലെ നിന്ന് കണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഇങ്ങനെ അടുത്ത് നിന്ന് കാണുവാനും ജന്മദിനമായി ആചരിക്കുവാൻ ആഘോഷിക്കുവാൻ ഫൗണ്ടേഷന്റെ പ്രധാന പ്രവർത്തക നേതാക്കളാണ്. അവർ പറഞ്ഞു, സാർ നടത്തിയത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ നടത്തിയേ പറ്റൂ. അങ്ങനെ തീർത്തു പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്: വളർത്തമ്മ ഭൂമി നമ്മുടെ പെറ്റമ്മ, വാനമല്ലോ വളർത്തമ്മ, നന്മ നിറഞ്ഞൊരു അമ്മമാരുള്ളപ്പോൾ നമ്മൾ അനാഥരാണോ. ചെറുപ്പക്കാരനായ സോമനാഥ്, നമ്മുടെ ISR ചെയർമാൻ സോമനാഥ് ഇവിടെ വന്നതാണ്. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. ഇപ്പോൾ എൻ്റെ ആരാധകൻ ആണ് നിങ്ങളെന്ന് പറയും, പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ ആരാധകനാണ്. കാരണം ഞാനൊരു എഞ്ചിനീയറാണ്, അദ്ദേഹം എഞ്ചിനീയർ, എന്നേക്കാൾ വളരെ പ്രായം കുറഞ്ഞ എഞ്ചിനീയറാണ്. അപ്പോൾ വളരെ എൻ്റെ 2 അനന്തരവന്മാർ, എൻ്റെ ഒരു സഹോദരിയേ ഉള്ളൂ, ഇപ്പോൾ അടുത്ത് മരിച്ചുകയാണ്. ആ സഹോദരൻ 2 മക്കളും എഞ്ചിനീയർമാരാണ്. അവർ 2 പേരും വീട്ടിലെ ഫസ്റ്റ് റാങ്കുകാരാണ്. മൻമോഹൻ തമ്പി, ജയമോഹൻ തമ്പി. ഒരുത്തൻ ഇവിടെ വന്നിട്ടുണ്ട്, മൻമോഹൻ തമ്പി. അവൻ ഒപ്പിട്ടുണ്ടെന്നാണ് ചൊവ്വയെ വിളിക്കുന്ന ചുവന്ന ഗ്രഹം എന്നാണ്. നമ്മൾ വിളിക്കുന്നത്, ചൊവ്വയെ വിളിക്കുന്നത് അരുണഗ്രഹം, അങ്കാരകൻ, അരുണഗ്രഹം എന്നാണ്. ചുവന്ന ഗ്രഹമാണ് ചൊവ്വ. എങ്ങനെ നമ്മൾ 5000 വർഷം മുമ്പ് കണ്ടുപിടിച്ചു? അപ്പോൾ നമ്മളുടെ ഇതിനകത്ത് ഭാരതീയനായ സോമനാഥൻ ചന്ദ്രനിൽ വേളകെത്തിച്ചത് അത്ഭുതമല്ല. എന്ത് ക്യാമറ ഇത്? പിന്നെ നാളെ എൻ്റെ പ്രോഗ്രാം ഇരിക്കണം. നാളെ ഞാൻ മഴയ്ക്ക് വേണ്ടി സംഗീത കച്ചേരി നടത്തുകയാണ്. അറിയാമായിരുന്നല്ലേ? നേരെ ഒന്ന് എടുത്തോട്ടെ, പുള്ളി അതേ കയറി. ഓക്കെ, ഒന്ന് ഓക്കെ, താങ്ക് യു സാർ. എല്ലാവരും സഹായം സപ്പോർട്ട് വേണം. മഴയ്ക്ക് വേണ്ടി സംഗീത കച്ചേരി എടുത്തോ? അല്ലേ? ഇതല്ല, ഞാൻ ഇല്ലല്ല, വേറെ എടുത്തോണ്ടിരിക്കണം.
നമുക്ക് യുവജനോത്സവത്തിൽ ഭാരതമാത അഭിനയിക്കുന്നു. ഒരു മിനിറ്റ് സാർ, ഞാൻ സാർ യുവജനോത്സവത്തിൽ അഭിനയിച്ചില്ലേ മറ്റേ കൊച്ചു പയ്യൻ മോഹൻലാലിൻ്റെ കുട്ടി, അത് ചന്ദ്രയാനിലെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നു. അത് പറയാനാണ് ഇവിടെ. അപ്പം സോമൻ സാറിനോട് ഞാൻ സംസാരിച്ചു. ആ യൂണിറ്റിൽ ഇപ്പോഴത്തെ യൂണിറ്റിലുണ്ട്. അപ്പോൾ ഞാൻ സാറിനോട് സംസാരിച്ചപ്പോൾ അറിയാം ഡാൻസർ അല്ലെന്ന് ചോദിച്ചു. പുതിയപ്പുരയുള്ള എന്തായാലും കാണാൻ കഴിഞ്ഞു പറഞ്ഞു. അതിന് അറിയാം കേട്ടോ പറഞ്ഞു. ഓക്കെ, വീട്ടിലെ ആൾക്കാർ